കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സിനിമയല്ല സാർ. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഇത് സ്പായുടെ പ്രസ് മീറ്റ് ആണേ. ഞാൻ മോനെ ചക്കരേടാ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഇത്രയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരും നിങ്ങൾ അവിടെ ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഈ സിനിമയ്ക്ക് മാത്രമുള്ളതാണ്. ഇതൊന്നും അല്ല നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? വേറെ ഇച്ചിരിയും കൂടി എന്തോ അറിയാനുണ്ട്. യെസ്, അതെ അതെ. ഹലോ, ഞാൻ അറിയാലോ സിനിമ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളോട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് അവരുടെ ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു, എത്രയോ വർഷത്തോളം മാധ്യമപ്രവർത്തകനായിരുന്നു. നമ്മൾ രാവിലെ ബ്യൂറോയിൽ മീറ്റിംഗ് ഇരിക്കുന്നു. രാവിലെ നമ്മൾ ബ്യൂറോയിൽ ഇരിക്കുകയാണല്ലോ. ഇതിന് ശേഷം അതിനൊരു പിന്നെ പല മാധ്യമങ്ങളും ഞാൻ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മംഗളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ പീരിയോഡിക്കൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളോട് ആ മീറ്റിങ്ങിൽ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നായിരിക്കും പറയുക. കാരണം സെല്ല് ചെയ്യപ്പെടും. അപ്പോൾ അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പം ഞാനാണെങ്കിൽ നമ്മളാണെങ്കിലും അതിനോട് ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇത്രയും നേരം അതൊക്കെ എൻജോയ് ചെയ്യായിരുന്നല്ലോ. ഞാൻ ഈ സിനിമയെ കുറിച്ച് ചോദിച്ചതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ അറിയണമെന്ന് ചോദിക്കട്ടെ. എന്തിനെ കുറിച്ചാണ്? ലോകത്തിന്റെ കീഴിലുള്ള എന്തിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ചോദിച്ചോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പേടിയാണ്. നിങ്ങളെ പണിമുടക്കിന്റെ കാര്യം പറഞ്ഞാണ് എന്റെ പേടി. നിങ്ങളെങ്ങാനും പണിമുടക്കിന്റെ ഒന്ന് പുറത്തിറങ്ങിയ ആശാനെ ഇടി ഉറപ്പ്. ഞാൻ സത്യത്തിൽ പുള്ളി മുണ്ടക്കയത്ത് ഒരു സാധാരണ ജേർണലിസം കഴിഞ്ഞാണ് അദ്ദേഹം. ജേർണലിസം കഴിഞ്ഞ ഒരു മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് നല്ല നാട്ടുവഴക്കമുള്ള ഒരു മനുഷ്യനാണ്. നാട്ടുഭാഷ വഴക്കമുള്ള ഒരു മനുഷ്യനാണ്. നല്ല പച്ചത്തെറി പറയുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം രാവിലെ നേരം മുഴുവൻ തന്നെ എനിക്ക് ഏതെങ്കിലും പത്രവാർത്ത അയച്ചു തരും. പിന്നെ ആ പത്രവാർത്തേനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം പിന്നെ തെറിയായി, പൂരമായി. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് സംസാരിക്കുന്നത്. സാർ, ഞാൻ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു നിർമ്മാതാവ് വിളിച്ചപ്പോൾ, സഞ്ജുവാണ് നമ്മുടെ നിർമ്മാതാവ്, സഞ്ജു ഡോക്ടർ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിന് വരുന്നില്ല എന്നായിരുന്നു എൻ്റെ തീരുമാനം. കാരണം സാർ മറ്റൊന്നുമല്ല, കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇനി വേണ്ടാന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞാനിവിടെ അപ്പോൾ എൻ്റെ വൈഫ് രാവിലെ പറഞ്ഞു, പക്ഷേ നമ്മൾക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം പോകാത്തതിൻ്റെ പേരിൽ നിർമ്മാതാവ് 15 ലക്ഷം രൂപ പെനാൽറ്റി ഇട്ടാൽ നമ്മൾ എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? ആപ്പാടെ നമുക്കൊരു മാരുതി ആയിട്ടോ കാറേ ഉള്ളൂ, അത് വിറ്റാൽ അത് കിട്ടത്തുമില്ല. അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് നമ്മളെത്ര നിസ്സാരവൽക്കരിച്ച് കണ്ട ഇപ്പോഴും വീണ്ടും കുഴപ്പമായി. ഇത് എത്ര നിസ്സാരവൽച്ച് എൻ്റെ പൊന്നെണ്ണ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. അത് ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഉള്ള ഒരാൾ സീരിയസ് ആയിട്ട് അങ്ങനെ പറയണ്ട. അത് തല്ലുള്ളിത്തരമുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അതിനെക്കുറിച്ചൊരു ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ അതിനെക്കുറിച്ചൊരു പരാതി പറയുന്നു. ആ പരാതി മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവാം. ബി ഉണ്ണികൃഷ്ണൻ സാർ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവാം. ആ 2 വേർഷനും വന്നു കഴിഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു, ആ പരാതി വന്നു, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു. ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയില്ല, അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ നടൻ, അദ്ദേഹം അതിനെക്കുറിച്ചുള്ളൊരു മറുപടി പറയും. അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദികളല്ല എന്ന് മാത്രം. ആ മറുപടി പറയേണ്ട അദ്ദേഹം. അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും. നാളെ അനൂപ് കണ്ണനും ബിജു മേനോനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും. അവർ ബി ഉണ്ണികൃഷ്ണൻ സാർ, ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാകുകയും അത് ചർച്ച ചെയ്യും, അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു എന്താ പറയുക, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാക്കുണ്ട്, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ, നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും. അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന, ഒരു ഫോൺ ചെയ്താൽ തീരുന്ന, ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള
അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷനിൽ പറയും, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സിന് പറയണമെങ്കിൽ അവിടെ പരാതി പറയും, അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണികൃഷ്ണൻ സാറിനോട് പറയും, ഫെഫ്കയോട് പറയും. അതങ്ങനെ വരും. അതിനപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്തതൊന്നുമില്ലല്ലോ ഈ ലോകത്ത്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യമില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഡിലീറ്റ് ചെയ്ത് തരും. അതെ, നിങ്ങള് ബൈ ദ വേ യൂട്യൂബില് ഞങ്ങളുടെ പാട്ട് കണ്ടോ? സ്പായിന്റെ റാപ്പ് അല്ല, പാട്ട് നമുക്കിവിടെ LED ഇല്ലാത്തതുകൊണ്ട് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല. അത് യൂട്യൂബിലുണ്ട്. യൂട്യൂബില് കണ്ടു അല്ലോ. ശ്രുതി ഒരു പാട്ടിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡാൻസും സാധനങ്ങളൊക്കെ ഇട്ട് നല്ല ആറ്റിറ്റ്യൂഡ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അത് കാരണമല്ല, ഇറ്റ്സ് എ റിയലി നൈസ് സോങ്. ശ്രുതി മേനോൻ ഷാറുഖ് ഖാന്റെ കൂടെ ഒരു അല്ല അഡ്വർടൈസ്മെന്റ് അല്ലായിരുന്നു അത് ചെയ്ത മുത്തൂറ്റ് ഫൈനാൻസിന്റെ. അത് എന്താ കണക്ഷൻ? എന്താണത്? ഒരു വഴിക്ക് പോകുന്നല്ലേ പറയാണ്. പ്ലീസ് വാച്ച് ദ സോങ്. സാരിഗമ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നലെ 5 o'clock ഞങ്ങൾ റിലീസ് ചെയ്തു. ഇറ്റ്സ് എ റാപ്പ് സോങ്, എല്ലാവരും കാണണം. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്, പക്ഷേ മഞ്ജു അവിടെ നിന്ന് കാണിക്കുന്നു എന്താന്ന് വെച്ചാൽ അവിടെ സ്പാ ചെയ്യാനുള്ള ഒരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തെറാപ്പി ട്രൈ ചെയ്യണമെങ്കിൽ, മസാജ് തെറാപ്പി, കാലിൻ്റെ റിലാക്സേഷൻ, കൈ റിലാക്സേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് സാധനം ചെയ്യാൻ വേണ്ടി നമ്മുടെ തെറാപ്പിസ്റ്റുകളുണ്ട്. മെയിൽ ടു മെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉണ്ട്. എന്താണ് ക്രോസ് മസാജ് നമ്മൾ വിവാഹത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ ഇത് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഒരു കൈയോ കാലോ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കും. ഞാനത് അവിടെ ബാക്കിലിരിക്കണം. വേണമെങ്കിൽ ഒരു ഡമ്മി നിങ്ങൾ ഈ പറയുന്ന പോലെ റെയ്ഡ് പേടിച്ചിട്ട് സ്പായിൽ പോകാതിരുന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, റെയ്ഡ് പേടിച്ച് തെറാപ്പിക്ക് പോകാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ റെയ്ഡ് ഉണ്ടാവില്ല. ഞാനിത് രാവിലെ തന്നെ എൻ്റെ ഒരു വളരെ എന്താ പറയുന്നത് ഗുരുതുല്യനായ ഒരു കേൾക്കുസ്തുതി, ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റിനോട് രാവിലെ ചോദിച്ചു. എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ശ്രീ മോഹൻരാജ് സാർ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഈ സ്പാ ബെഡ് ഇട്ടിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ എന്തെങ്കിലും കേസെടുത്ത് എന്നെ ജയിലിലടയ്ക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ മസാജ് ചെയ്താൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്താലും തെറ്റില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊരു മോശമായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മസാജോ ഒരു ഫുട്ട് മസാജോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പോകാൻ ഭയമുള്ളവർക്ക് ആരെങ്കിലും ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്യണോ? കം ഓൺ. ഓക്കേ, let's go. Come on. ഇവിടെ we have a female volunteer also. ഒരു സുകേഷ്. All right, let's go. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.